Hello friends, എല്ലാവർക്കും ഓട്ടോ അഡിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Today with me the Suzuki Gixxer SF 155 BS6 മോഡൽ. അപ്പോൾ BS4ൽ നിന്ന് BS6ലേക്ക് വന്ന സമയത്ത് കാര്യമായിട്ടുള്ള യാതൊരു ചേഞ്ചും ഇതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗത്ത് എവിടെയും വന്നിട്ടില്ല. ആകെ മാറിയിരിക്കുന്ന ആ ഒരു എൻജിൻ മാത്രമാണ് കേട്ടോ. അതിൻ്റെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം വന്നിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് BS4 ആയ സമയത്താണ്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. BS6ലേക്ക് വന്ന സമയത്ത് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല. എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു ക്വിക്ക് വാക്ക് അറൗണ്ട് റിവ്യൂ ചെയ്യാം. അതിൻ്റെ മുന്നേ എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റൈഡിങ് റിവ്യൂ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു തീർപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ക്വിക്കായിട്ടുള്ള ഒരു വാക്ക് അറൗണ്ട് റിവ്യൂയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു LED ഹെഡ്ലൈറ്റ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. അത് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു ഡിം ആക്കിയ ഒരു പോർഷനാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ എന്തായാലും ബ്രൈറ്റ് ആക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. ബ്രൈറ്റ്ലി ഇടുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ലുക്സാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ. നല്ല രീതിയിലുള്ളൊരു വിസിബിലിറ്റി തന്നെ ഹെഡ്ലൈറ്റ് ആണ്. V3നെക്കാട്ടിലും എന്തുകൊണ്ടും ബെസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്, ബൈബ്രേൻ്റെ ബ്രേക്കാണ്, നമ്മളെ പഴയ രീതിയിൽ അതേ ബ്രേക്കാണ്. അത്യാവശ്യം നല്ല ബൈറ്റിന് കേട്ടോ. 100 mm ടയറാണ് ഇതിൽ ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഫെയറിംഗ് എല്ലാം മോഡലാണ്. അതായത് 150cc നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ R15 V3 അതേപോലെ തന്നെ ഈ Gixxer SF മാത്രമാണ് ഫെയറിങ്ങോട് കൂടിയിട്ട് വരുന്ന ഒരു ബൈക്ക് എന്ന് നമുക്ക് തീർപ്പിച്ച് പറയാം കേട്ടോ. ഇനി എൻജിൻ സ്പെക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ 155cc സിംഗിൾ സിലിണ്ടർ 4-stroke BS6 FI എഞ്ചിനാണ്. FI ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാർബറേറ്റർ ആ ഒരു BS4ലേക്ക് വന്ന സമയത്ത് തന്നെ കാർബറേറ്റർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിക്ക് സ്റ്റാർട്ട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ എൻജിൻ സ്പെക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8000 RPMൽ 13.8 bhp പവറും അതേപോലെ തന്നെ 6000 RPMൽ 13.6 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിഗേഴ്സ് നോക്കുന്ന സമയത്ത് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും ഓടിക്കുന്ന സമയത്ത് അത് ഫീൽ ചെയ്യുന്നൊന്നുമില്ല. എന്തായാലും അത് ഞാൻ ഓടിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ എക്സോസ്റ്റിലൊക്കെ ഒരു ക്രോമിയം ഫിനിഷും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഓവറോൾ നമ്മൾ ഈ ഒരു സൈഡ് ലുക്ക് നോക്കുന്ന സമയത്ത് ഒരു പ്രീമിയം ഫീലാണ്. പിന്നെ ഡുവൽ ബാരൽ എക്സോസ്റ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ പിന്നിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക് തന്നെയാണ്. സിംഗിൾ ചാനൽ ABS ആയതുകൊണ്ട് പിന്നിൽ ABS ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ 140 mm അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ടയറാണ് കേട്ടോ. ടയർ അടിപൊളിയാണ്, നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ മോണോഷോക്കാണ്, 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചളി തെറിക്കാതിരിക്കാനുള്ള ഒരു ഹഗ്ഗറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചളിൻ്റെ ഇഷ്യൂ ഒക്കെ അതോടുകൂടി സോൾവ് ആയി നമുക്ക് പറയാം കേട്ടോ. പിന്നെ പിന്നിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെയിൽ ലൈറ്റ് ഒരു LED ടെയിൽ ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് ആ ഒരു ടെയിൽ ലൈറ്റ് തരുന്നുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഫുഡ് പെക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻറ്റർ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കണ്ടോ BS6ൻ്റെ ലോഗോ അവിടെ കാണാൻ പറ്റില്ല. ലോഗോ അല്ല, സ്റ്റിക്കറാണ്. അത് സുസുക്കിൻ്റെ ഒട്ടുമിക്ക വണ്ടികളിലും ഇപ്പോൾ BS6 എഡിഷൻ ഇറങ്ങുന്ന എല്ലാ വണ്ടികളിലും ആ ഒരു സ്റ്റിക്കർ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ള ഈ സീറ്റിനെ കുറിച്ചിട്ടാണ് എനിക്കിനി നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അതായത് ഈ ഒരു ഫെയറിംഗ് ഉള്ള ടൈപ്പ് ബൈക്കുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് ടൂർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മോഡലിലാണ് നമുക്ക് ഉറപ്പിച്ച് പറയാം. അതായത് ഏത് രീതിയിലുള്ള ഒരു സിമിലർ ആയിട്ട്, അതായത് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ CBRൻ്റെ ഒരു റൈഡിങ് പൊസിഷനാണ് നമുക്കിതിൽ കിട്ടുന്നത് പറയാം. ആ ഒരു CBRൻ്റെ ഒക്കെ ഒരു ഫീലാണ് ഇത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. കംഫർട്ടബിളായിട്ട് ടൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടും ബെറ്റർ ദാൻ V3. R15 V3 പറയുന്നത്. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി ഇരുന്ന് ടൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതല്ല, നമുക്ക് കുറച്ച് ഒരു സ്പോട്ടിനെസ്സിന് വേണ്ടിയിട്ട് പിന്നിലേക്ക് കയറിയിരിക്കാനും എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ പില്യൺ റൈഡറിൻ്റെ കംഫർട്ട് അടിപൊളി കംഫർട്ടാണ്. കയറാനും ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് ചെറുതായിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് വേറെ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക്, കാരണം കുറച്ച് ഹൈറ്റില്ലതുകൊണ്ട്, പക്ഷെ നല്ല രീതിയിലുള്ള ഒരു വൈഡായിട്ടുള്ള ഒരു സീറ്റാണ്. കയറി ഇരുന്ന് കഴിഞ്ഞാൽ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം. പിന്നെ വൺ സൈഡൊന്നും ഞാൻ ഒരിക്കലും ഇതിൽ പ്രിഫർ ചെയ്യുന്നില്ല കേട്ടോ. പില്യൺ സീറ്റിൻ്റെ കംഫർട്ട് എടുത്ത് പറയുന്നതാണ്. അത്യാവശ്യം നല്ല വൈഡാണ്. കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലോങ്ങും നല്ല ഗ്രാബ് റെയിലും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചിട്ട് നമുക്ക് നല്ല ലോങ് ആയിട്ടൊക്കെ പോകാം. ലഗേജൊക്കെ ക്യാരി ചെയ്യാൻ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു ടാങ്കിന് ഡിസൈൻ ഉണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ടെക്കിൻ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടാങ്ക് ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും ഓവറോൾ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ 12 liters ആണ് ഇതിലുള്ള ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടൂററാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കയറി ഇരുന്നു കൊണ്ടൊന്ന് നോക്കാം കേട്ടോ. എടുക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിലുള്ള ഒരു ലുക്സ് ഈ ഒരു ടാങ്കും അതേപോലെ തന്നെ ആ ഒരു ഫെയറിങ്ങും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ.
നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ലൊരു ലുക്കാണ് കിട്ടുന്നത് ഇവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത്. നല്ലൊരു വ്യൂ ഉണ്ട്, ഓവറോൾ വ്യൂ നല്ല വ്യൂ ആണ്. പിന്നെ സീറ്റ് ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 795 mm ആണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് വരുന്നത്. അതായത് നമ്മുടെ R15 V3 ഒക്കെ 815 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഇല്ല. അതായത് കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള ആളുകൾക്കും അടിപൊളിയായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5'6", 5'7" ഒക്കെയാണ്. ഓൾമോസ്റ്റ് പ്ലാൻ ഫുട്ട് എന്ന് തന്നെ പറയാം കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് എന്താണ് ഒരു റൈഡിങ് പൊസിഷൻ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അത്ര ഒരു ഹൈറ്റ് ഇഷ്യൂ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഇത് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂവിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ റൈഡിങ് പൊസിഷൻ അപ്രൈറ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പൊസിഷൻ ഇങ്ങനെയാണ് വരുന്നത്, സ്ട്രൈറ്റ് ആയിട്ട് നിന്ന്. പക്ഷേ ഒരു പൊടിക്ക് ഇങ്ങനെ കുനിഞ്ഞു കൊടുത്താൽ മതി. ഓവറായിട്ടുള്ളൊരു കുനിയലൊന്നുമില്ല. V3 ആണെങ്കിൽ ഈ ഒരു പൊസിഷനിലാണ് V3ൻ്റെ ഒരു ഹാൻഡിൽ ബാർ വരുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണെന്ന് തന്നെ നമുക്ക് പറയാം. ആ രീതിയിലുള്ള സീനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ റൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം, പിന്നെ സ്വിച്ചസും കാര്യങ്ങളെല്ലാം പഴയ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മീറ്റർ നോക്കാം, ഓണാക്കി വരുന്ന സമയത്ത് തന്നെ ഒരു പക്ക ഒരു പ്രീമിയം ഫിനിഷോട് കൂടിയിട്ടാണ് വരുന്നത്. പിന്നെ ഈ സൈഡിലാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ, അതേപോലെ FIൻ്റെത്, അങ്ങനെ ഹൈ ബീം, പിന്നെ ABS പുറത്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത്. ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. മുകളിലായിട്ട് ഫുൾ RPM ആണ് കാണിക്കുന്നത്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ ഓഡോമീറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട്, ടൈം കാണിക്കുന്നുണ്ട്, സ്പീഡോമീറ്റർ കാണിക്കുന്നുണ്ട്, അവിടെ ഫ്യൂൽ ഗേജ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ അഡ്ജസ്റ്റ് സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് 2 ട്രിപ്പ് മീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാറ്ററിൻ്റെ വോൾട്ടേജ്, അത് പുതിയൊരു അഡീഷനാണ്. BS6 വന്നിട്ടുള്ള ഒരു പുതിയ അഡീഷനാണ് ബാറ്ററിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അതിൻ്റെ മുന്നേ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ മിറേഴ്സിനെ കുറിച്ചിട്ടാണ്. മറ്റ് ബൈക്കുകൾ, അതായത് ഫെയറിംഗ് ഉള്ള മറ്റ് ബൈക്കുകളെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു യൂസബിൾ ആയിട്ടുള്ള മിററാണ്. അതായത് ചെറിയ രീതിയിലുള്ളൊരു പോർഷൻ നമ്മുടെ കൈ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം അതിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള ഭാഗം നല്ലൊരു വ്യൂ തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ പക്ക ഒരു റൈഡ് ഫീൽഡിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ നേരത്തെ ഞാൻ ഇതിൻ്റെ വെയിറ്റ് പറയാൻ വിട്ടുപോയി. അതായത് 148 kg ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. അതായത് നമ്മൾ R15 V3 കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിനൊരു 142 kg ഒക്കെയാണ് നമ്മുടെ V3ക്ക് വരുന്നത്. പക്ഷേ ഇതിനെക്കാട്ടിലും ഒരു 6 kg ഇതിൽ കൂടുതലാണ് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ജിക്സറിൻ്റെ റൈഡ് ഫീൽഡിനെ കുറിച്ചിട്ട് സംസാരിച്ച് തുടങ്ങാം. അതായത് ഇന്ന് നിലവിൽ ഇന്ത്യയിൽ ഇറങ്ങിയ 150cc ബൈക്കുകളിൽ ഒരു സ്പോർട്സ് ടൂറർ ഏത് എന്ന് ചോദിച്ചാൽ ഈ ഒരു ബൈക്ക് മാത്രമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാരണം ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് വരുന്നത്, അതായത് ഒരു ഫെയറിംഗ് ഉള്ള ഒരു ബൈക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 150cc വേറൊരു ബൈക്കുള്ളത് R15 വേർഷൻ 3 ആണ്. അതിന് ഞാൻ ഒരിക്കലും ഒരു സ്പോർട്സ് ടൂറായിട്ട് കാണുന്നില്ല. അതിൽ ടൂർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്കറിയാം. കാരണം ഏത് തരത്തിലുള്ള ബോഡി ഫിഗറുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും, അതായത് സ്ലിം ആയിട്ടുള്ളവരാണെങ്കിലും അത്യാവശ്യം നല്ല ഫാറ്റ് ആയിട്ടുള്ളവരെ വരെ ഇവിടുന്ന് അവിടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്ന് എറണാകുളം വരെയൊക്കെ സിംഗിൾ സ്ട്രെച്ചായിട്ടൊക്കെ പോയി വരുന്നവരെ എനിക്കറിയാം, പേഴ്സണലി തന്നെ അറിയാം. പക്ഷേ അവർക്ക് വെച്ചിട്ട് അവർക്കൊന്നും V3 ഒരു ഇഷ്യൂ ആവില്ല ഒരു പക്ഷേ ഒരു സ്പോർട്സ് ടൂറർ എന്നുള്ള നിലയിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് V3നെ ഞാൻ ആ രീതിയിൽ ഞാൻ കാണുന്നില്ല. അതിൽ ടൂർ ചെയ്യുന്നവരുണ്ട് എനിക്കറിയാം, അതൊന്നും ബേസ് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ടൂറർ ബൈക്കായിട്ട് ഒരു ഫീല് വരുന്നത് തീർച്ചയായിട്ടും ഇതിലാണ്. ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ CBR 150 അല്ലെങ്കിൽ 250 ആ ഒരു റൈഡിങ് പൊസിഷനിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബൈക്കിനെ കമ്പയർ ചെയ്യാൻ പറ്റുക. പിന്നെ ആകെ V3യുമായി വെച്ച് നോക്കുന്ന സമയത്തുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ ഫിഗേഴ്സ് തന്നെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം 13-14 VHP മാത്രമാണ് ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. V3ൻ്റെ ഒന്നും അടുത്തേക്ക് പോലും ഇതിൻ്റെ ടോപ്പ് എൻ്റെ എത്തുന്നില്ല. പക്ഷേ ആ ഒരു ഫിഗേഴ്സ് മാറ്റി നിർത്തി, ആ ഒരു സംഭവം മാറ്റി നിർത്തിയാൽ ഇതൊരു അടിപൊളി ബൈക്ക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പിക്കപ്പ് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ പറയാം, ഇതിന് ഒരിക്കലും ആ ഒരു പോരായ്മ, ആ ഒരു BHPൻ്റെ പോരായ്മ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ കാണുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയാമല്ലോ കേട്ടോ. പിന്നെ ഇതിൻ്റെ വിൻവൈസറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ BS4 മോഡലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന രീതിയിൽ തന്നെ ഇത് വളരെ ചെറിയൊരു വിൻവൈസറാണ്. നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്, ഈവൻ V3 ആയിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അത്രത്തോളം ഒരു യൂസബിളായിട്ട് ഫീൽ ചെയ്യില്ല. ചെറിയ രീതിയിലുള്ളൊരു വിൻ ബ്ലാസ്റ്റൊക്കെ ഒരു 70+ ഒക്കെ കയറുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നല്ലൊരു ഹെൽമെറ്റോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് സോൾവ് ആവുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിലൊരു വിൻഷീൽഡ് ഒരു എക്സ്റ്റെൻഡറൊക്കെ കൊടുത്തിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു വിൻ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു വലിയ ബ്ലാസ്റ്റ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുളവാക്കുന്ന സംഭവമൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഈവൻ നല്ല രീതിയിൽ സ്പീഡ് എടുത്ത് പോകുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഒന്നും വരുന്നില്ല.
നമുക്ക് എന്തായാലും ഇതിൻ്റെ പവർ ഒന്ന് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒരു പവർ ടെസ്റ്റാണ്, ഇത്രത്തോളം അടിപൊളിയായിട്ട് നടത്താൻ പറ്റുമെന്ന് അറിയില്ല. അടിപൊളിയാണ് കേട്ടോ, കൊള്ളാം, എന്തുകൊണ്ടും കൊള്ളാം തന്നെയാണ് പറയുന്നത്. കാരണം ഒരു 13 അല്ലെങ്കിൽ 14 bhp ആണ് പവർ വരുന്നത് എന്നുള്ളതൊന്നും ഇത് ഓടിക്കുന്ന സമയത്ത് ഒരിക്കലും ആ രീതിയിലുള്ള ഒരു ഫീൽ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. അതായത് ക്രൂസിങ് സ്പീഡ് ഇത് പറയുന്നത് ഒരു 90-100 ആ ഒരു റേഞ്ചിൽ സിമ്പിളായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. ഇനി പക്ക ഹൈവേയിലാണെന്നുണ്ടെങ്കിൽ ഒരു 110, 90 to 110 ആണ് ഞാൻ ഇതിൻ്റെ ഒരു ക്രൂസിങ് സ്പീഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു 100 വരെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കയറി പോകുന്നുണ്ട്. ആക്ച്വലി ഒരു 13 അല്ലെങ്കിൽ 14 bhp പവർ ഉള്ളൂ എന്നുള്ളതൊന്നും നമുക്കൊരു 100 വരെയുള്ള ഒരു സ്പീഡിൻ്റെ ഇടയിൽ നമുക്കൊരിക്കലും ആ രീതിയിലുള്ള ഒരു ഫീൽ വരുന്നില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ഒരു 110+ കയറുന്ന സമയത്താണ് അത്യാവശ്യം ഒരു ലാഗ്. അത് അത്യാവശ്യം പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഒരു 110+ ഇത് കയറുന്ന വളരെ ലീനിയർ ആയിട്ടാണ്. പക്ഷേ അതുവരെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പിക്കപ്പ് ഇതിലുണ്ട് തന്നെ പറയാം. പിന്നെ കോർണറിങ് സ്റ്റെബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കോർണർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ടയർ അടിപൊളിയാണ്. പിന്നെ ബ്രേക്കിനെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല കേട്ടോ. അത്യാവശ്യം നല്ല ബൈറ്റ് തരുന്ന ബ്രേക്കാണ്. എസ്പെഷ്യലി ഫ്രണ്ടിലുള്ള ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ബൈറ്റ് തരുന്ന ബ്രേക്ക് തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹാൻഡ്ലിങ്ങും അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തൊരു സംഭവമാണ്. പിന്നെ മിററിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ സംസാരിച്ചു. പിന്നെ അതേപോലെ തന്നെ സംസാരിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വൈബ്രേഷനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും ഒരു വൈബ്രേഷനും ഇല്ല എന്ന് തന്നെ പറയാം. ഫെയറിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ വൈബ്രേഷനും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഒരു 105-ലൊക്കെ പ്ലസ് കയറുന്ന സമയത്താണ് ഫുഡ് പെക്സിൽ ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ എങ്കിലും അടിച്ചു തുടങ്ങിയത്. പക്ഷേ ഹാൻഡിൽ ബാറിൽ ഇനി ഞാൻ ഗ്ലൗ യൂസ് ചെയ്താണോ എന്നറിയില്ല, നമുക്ക് ഒരു രീതിയിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ റിഫൈൻമെൻറ്റിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അത് BS6ലേക്ക് വന്ന സമയത്ത് വളരെയധികം റിഫൈൻഡ് ആയിട്ടുണ്ട്. അതും റിഫൈൻമെൻറ്റിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കുറച്ചൊന്ന് എടുത്തു പോകുന്ന വലിപ്പിച്ച് പോകുന്ന സമയത്ത് നല്ല ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ജിക്സറിൻ്റെ ഒരു സ്പെഷ്യൽ സൗണ്ട് ഉണ്ട്. അത് ശരിക്കും കിട്ടുന്നുണ്ട്. അത് ഞാൻ നേരത്തെ എടുത്ത സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്താണ്. അതല്ലാതെ നമ്മൾ വളരെ കൂളായിട്ട് കൊണ്ടു നടക്കുന്ന സമയത്ത് വളരെയധികം സൈലൻ്റ് ആണ്, ഒരു സൗണ്ടും ഇല്ല എന്ന് തന്നെ പറയാം. പക്ക സ്മൂത്താണ് ബൈക്ക്, വളരെയധികം സ്മൂത്താണെന്ന് തന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മൾ ട്രാഫിക്കിലൂടെ പോകുന്ന സമയത്ത് ഹീറ്റിംഗ് ഇഷ്യൂ അതല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു റൈഡിങ് കംഫേർട്ട് തന്നെ ഈ ഒരു മോഡൽ തരുന്നുണ്ട് നമുക്ക് പറയാം കേട്ടോ. പിന്നെ മൈലേജിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ നല്ല റാഷായിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 40+ അല്ലെങ്കിൽ ഒരു 45 റേഞ്ചിലുള്ള മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് യൂസേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത്. BS4നെ കുറിച്ചിട്ട് ഞാൻ പറയുന്നത്. പിന്നെ വളരെ കൂളായിട്ട് വളരെ നൈസായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ 50+ മൈലേജ് തന്നെ 50+ കിലോമീറ്റേഴ്സ് തന്നെ നമുക്ക് ഇതിൻ്റെ മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ BS6ലേക്ക് വന്ന സമയത്ത് തീർച്ചയായിട്ടും മൈലേജ് എന്തായാലും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്ലസ് ഫിഗേഴ്സ് മൈലേജ് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. കാരണം BS6 ഇത് ഇറങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കറക്റ്റ് ഫിഗേഴ്സ് പറയാത്തത്. പിന്നെ അതേപോലെ തന്നെ ഇത് ടക്കിങ് ചെയ്തിട്ട് പോകാൻ ട്രാഫിക്കിലൂടെയൊക്കെ പോകുന്ന സമയത്ത് വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അതൊന്നും ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്തിട്ട് ഓടിച്ച് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ സർവീസ് കോസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 150cc നോർമൽ 150cc എങ്ങനെയാണോ സർവീസ് കോസ്റ്റ് വരുന്നത് അതേ രീതിയിലുള്ളൊരു സർവീസ് കോസ്റ്റ് മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതായത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ആ രീതിയിലൊന്നും പറയത്തക്ക രീതിയിലുള്ള ഒരു സംഭവമല്ല. ഒരു 1000-1200 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത്. പാർട്സ് കൂട്ടാതെയുള്ള ഒരു ഫസ്റ്റ് സർവീസിൻ്റെ കോസ്റ്റൊക്കെ അത്ര വരുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ഒന്നും അത്രത്തോളം സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നോർമൽ ഒരു 150cc സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. കണ്ടോ, നമുക്കിങ്ങനെ അതേ രീതിയിൽ ഇങ്ങനെ ടക്കിങ് ചെയ്ത് പോകുന്ന സമയത്തോ ഉള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ട്രാഫിക്കിലൂടെയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് എടുത്തടച്ച് പോകാം, യാതൊരു പ്രശ്നവുമല്ല.
അടിപൊളിയായിട്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. അതും നല്ല കൈകൾക്ക് നമ്മളെ 2 കൈയിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങിയ രീതിയിലുള്ള ഒരു ഫീലാണ് ഇത് ഓടിക്കുന്ന സമയത്ത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലാണ്. എന്തായാലും നിങ്ങൾ 150cc നിങ്ങളുടെ ഒരു ബൈക്ക് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് പരിഗണിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. നിങ്ങൾ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കണം കേട്ടോ. പിന്നെ ക്ലച്ച് ഫീലൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റ് ആയിട്ട് തന്നെയാണ് ക്ലച്ചൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് പുതിയ വണ്ടി ആയതുകൊണ്ടൊന്നുമല്ല, കാരണം BS4ൻ്റെ ഇതേ ടൈപ്പ് യൂസ് ചെയ്യുന്ന ഒരാളെ തന്നെ എനിക്കറിയാം. അവരൊക്കെ അവന് വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോഴും വളരെയധികം സ്മൂത്ത് ആയിട്ടാണ് ക്ലച്ച് ഫീലൊക്കെ ഉള്ളത്. പിന്നെ ഗിയർ ഒരു ടിപ്പിക്കൽ സുസുക്കി ജിക്സർ ഗിയർ എന്ന് തന്നെ പറയാം. ഗിയർ ബോക്സ്, അതായത് സുസുക്കിൻ്റെ ഒരു ഗിയർ ബോക്സ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്രിസ്പ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ് സുസുക്കി ജിക്സറിൽ ഇത്രയും കാലം വന്നിട്ടുള്ളത്. ഫസ്റ്റ് ജനറേഷൻ മുതൽ തന്നെ ആ ഒരു ടിപ്പിക്കൽ സ്റ്റൈലിലുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ്. അതിങ്ങനെ ഇടുന്നത് നമുക്ക് ശരിക്കും ഇങ്ങനെ ഫീൽ ചെയ്യും. ആ രീതിയിലുള്ളൊരു ഗിയർ ബോക്സ് ആണ് നമ്മുടെ ജിക്സറിൽ. ഇതിലും അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ ശരിക്കും അറിയും. പക്ഷേ ഒരു ഫാൾസ് ന്യൂട്രൽസോ കാര്യങ്ങളിലോ ഒന്നും ഞാൻ ഇതുവരെ നമ്മൾ പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല അടിപൊളി ഗിയർ ബോക്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിലൊന്നും യാതൊരു വിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും കാണാനില്ല. ഇനി ഒരു BS6 വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് റിഫൈൻമെൻറ്റ് തന്നെയാണ് കേട്ടോ. പക്ക റിഫൈൻഡ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നോർമലി നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് അടിപൊളി റിഫൈൻമെൻ്റ് ആണ് ഈ ഒരു ബൈക്ക് ഓഫർ ചെയ്യുന്നത്. അതെനിക്ക് വളരെയധികം ഞാൻ നോട്ട് ചെയ്തത്. ഈ ഒരു BS6 എഡിഷനിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഏറ്റവും വലിയൊരു മാറ്റമായിട്ട് ഫീൽ ചെയ്തത് ഈ ഒരു റിഫൈൻമെൻറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ എടുത്തു പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു പിക്കപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലോ ഇങ്ങനെ എടുത്തു പോകുന്ന സമയത്തൊക്കെ വളരെയധികം ഭയങ്കര ടിക് ടാക്ക് അടിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിലുള്ളൊരു പ്ലസ് പോയിൻ്റാണ്. നമ്മുടെ കൈകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈകൾക്കുള്ളിൽ ഒതുങ്ങിയ ഒരു ബൈക്കായിട്ടാണ് ഇതിൻ്റെ ഒരു 150 നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ നേക്കഡ് വേർഷൻ ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തതാണ്. അത് ജസ്റ്റ് നിങ്ങൾ ചാനൽ കയറി നോക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കട്ടോ. പിന്നെ ജിക്സറുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ ലോങ് പോയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ നമ്മുടെ ബൈക്കിൽ ലോങ് ട്രിപ്പൊക്കെ പോയിട്ടുള്ളത് നമ്മുടെ ജിക്സറിൽ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലെല്ലാം ഞാൻ ജിക്സറിൻ്റെ വീഡിയോസാണ് ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുണ്ടാവും ഒരു പക്ഷത്തിൽ. അപ്പോൾ അന്നൊക്കെ എനിക്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വണ്ടി, അതും ഒരു 400-500 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്ന ടൈമിലെല്ലാം എനിക്ക് വണ്ടിയൊക്കെ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത് ഈ ഒരു പാത്തിക്കൽ സുസുക്കി തന്നെയാണ്. കോർണറി സ്റ്റെബിലിറ്റി അടിപൊളി കേട്ടോ, അടിപൊളി ടയറാണ്. പിന്നെ ബ്രേക്കും ഒരു രക്ഷയില്ല കണ്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. അതേപോലെ തന്നെ ജിക്സറിൻ്റെ യൂസേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത്രയും കാലം ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. കാരണം എന്നെക്കാട്ടിലും ഒരു പക്ഷേ നിങ്ങൾക്കായിരിക്കും ഇതിനെക്കുറിച്ചിട്ട് അറിയുന്നുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ വിലപ്പെട്ടതാണെന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാത്തിക്കൽ സുസുക്കിയുടെ ഷോറൂം കേട്ടോ. തീർച്ചയായിട്ടും ഓൺ റോഡ് പ്രൈസ് അല്ലെങ്കിൽ EMI ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യണം. അവരുടെ ഒരു കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഇവിടെ സ്ക്രീനിലും ഞാൻ എഴുതി കാണിക്കുന്നതായിരിക്കും. എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് വിളിക്കാം കേട്ടോ. വിളിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പേരൊക്കെ പറഞ്ഞോ, നമുക്കതൊരു ഇതല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ വീഡിയോനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ അറിയിക്കണം എന്നുള്ളത് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഏതെങ്കിലും വണ്ടി ഇനി ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് സീ യു.